നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ അതിവേഗം കത്തി പടർന്നുകൊണ്ടിരിക്കുന്ന കാട്ടുതീയുടെ സ്പേസിൽ നിന്നുള്ള ഫോട്ടോയാണ്. ലോസ് ആഞ്ചലസിലെ ഈ കാട്ടുതീയെക്കുറിച്ചുള്ള ധാരാളം വാർത്തകൾ നിങ്ങൾ നിരന്തരമായി സോഷ്യൽ മീഡിയകളിലൂടെ അറിയുന്നുണ്ടായേക്കാം. ശരിക്കും എന്താണ് ലോസ് ആഞ്ചലസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി എങ്ങനെയാണ് ഈ തീ ലോസ് ആഞ്ചലസിൽ ഉണ്ടായത്? എന്തുകൊണ്ട് ഇപ്പോഴും അവർക്ക് ഈ തീയെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല? സോ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ജനുവരി 7 ആദ്യമായി ഈ കാട്ടുതീ ലോസ് ആഞ്ചലസിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം വരേക്കും ഏതാണ്ട് 40,000-ലേറെ ഏക്കർ ഭൂമി കത്തി നശിക്കുകയും 24ഓളം പേർ ഈ കാട്ടുതീയിൽപ്പെട്ട് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആക്ച്വലി എങ്ങനെയാണ് ശരിക്കും ലോസ് ആഞ്ചലസിൽ ഈ തീ ഉണ്ടായത്? ധാരാളം സാധ്യതകൾ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം. ഇതിൽ പ്രധാനമായും 3 കാരണങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. സാധാരണ കാട്ടുതീ ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇടിമിന്നലുകൾ. എന്നാൽ ഇവിടെ ഈ ഒരു സാധ്യത പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ ഒരു പ്രദേശത്ത് യാതൊരു തരത്തിലുള്ള കാർമേഘങ്ങളോ ഇടിമിന്നലുകളോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സാധ്യത പൂർണ്ണമായും തള്ളിക്കളയുകയാണ് അവിടുത്തെ അധികൃതർ ചെയ്യുന്നത്. ഇനി പറയുന്ന മറ്റൊരു കാരണം ഷോർട്ട് സർക്യൂട്ടുകളാണ്. അതായത് വനത്തിനുള്ളിലൂടെ പോകുന്ന വൈദ്യുത കമ്പികൾ ഷോർട്ടായി അതിൽ നിന്നുണ്ടാകുന്ന സ്പാർക്കുകളായേക്കാം ഇതുപോലുള്ള കാട്ടുതീയായി മാറിയത്. അതുമല്ലെങ്കിൽ മറ്റൊരു കാരണമായി പറയുന്നത് ഇത് മനുഷ്യർ തന്നെ ഉണ്ടാക്കിയതാകാമെന്നാണ്. അതായത് മനുഷ്യർ മനഃപൂർവ്വമോ അല്ലെങ്കിൽ അബദ്ധവശാലോ ഉണ്ടാക്കിയതാകാമെന്നാണ് അവിടുത്തെ അധികൃതർ അനുമാനിക്കുന്നത്. ഇനി വളരെ ചെറിയൊരു പ്രദേശത്ത് തുടങ്ങിയ ഈ തീ എങ്ങനെയാണ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറിയത്? അതിന്റെ പ്രധാന കാരണക്കാരൻ അമേരിക്കയിലെ മരുഭൂപ്രദേശങ്ങളിൽ നിന്നും അതിവേഗത്തിൽ ലോസ് ആഞ്ചലസിലേക്ക് വീശുന്ന സാന്റാ ആന എന്നൊരു കാറ്റാണ്. മരുഭൂപ്രദേശത്ത് നിന്നും വീശുന്ന കാറ്റായതുകൊണ്ട് തന്നെ വളരെ ചൂടേറിയതും ഡ്രൈ ആയതുമായ കാറ്റാണിത്. കൂടാതെ മണിക്കൂറിൽ 130 കിലോമീറ്റർ എന്ന അതിവേഗത്തിലാണ് ഈ കാറ്റ് ലോസ് ആഞ്ചലസിലേക്ക് വീശിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാറ്റ് മൂലം കാട്ടുതീ പെട്ടെന്ന് ആളി പടർത്താനും കാട്ടുതീ മൂലമുണ്ടാകുന്ന തീപ്പൊരികൾ ഈ കാറ്റിലൂടെ 10 കിലോമീറ്റർ വരെ ദൂരത്തിലെത്തി അവിടെ തീ പടർത്താനും കാരണമാകുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാരണം എന്തെന്നാൽ അത് ലോസ് ആഞ്ചലസിലെ കാടുകളിലുള്ള സസ്യങ്ങളും പുല്ലുകളുമാണ്. കാരണം ലോസ് ആഞ്ചലസിൽ അവസാനമായി മഴ പെയ്തത് കഴിഞ്ഞ 2024 മെയ് മാസത്തിലാണ്. അതും വളരെ കുറച്ച് മാത്രം. എന്നാൽ പിന്നീട് മഴ പെയ്യാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ള സസ്യങ്ങളും പുല്ലുകളുമെല്ലാം ഉണങ്ങിയ അവസ്ഥയിലാണുള്ളത്. ഇത് കാട്ടുതീയെ കൂടുതൽ ഭാഗത്തേക്ക് പടരാൻ വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഇനി എന്തുകൊണ്ട് ഈ കാട്ടുതീയെ അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല? അതിന് പ്രധാനമായും 3 പ്രശ്നങ്ങളാണ് അവർക്ക് മുന്നിലുള്ളത്. ഒന്ന്, ഈ പ്രദേശത്ത് ധാരാളം ഫയർ ഹൈഡ്രന്റുകൾ ഉണ്ടെങ്കിലും ഇവ കണക്ട് ചെയ്തിരിക്കുന്ന ടാങ്കുകളിലെ വെള്ളം അറ്റ് എ ടൈം 20 വീടുകൾക്ക് ഒരുമിച്ച് തീ പിടിക്കുകയാണെങ്കിൽ അത് കെടുത്താൻ മാത്രമുള്ള കപ്പാസിറ്റിയിലുള്ള വെള്ളം മാത്രമേ അവിടെയുള്ള ഫയർ ഹൈഡ്രന്റ് ടാങ്കുകളിലുള്ളൂ. സോ ഇത്രയും വലിയ തീ ആയതുകൊണ്ട് തന്നെ ഈ തീ അണയ്ക്കാൻ മാത്രമുള്ള വെള്ളം ഇത്തരം ഫയർ ഹൈഡ്രന്റുകളിൽ ഇല്ല എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്തെന്നാൽ ഈ തീ കൂടുതലും പിടിച്ചത് മലമ്പ്രദേശങ്ങളിലായതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ മറ്റു പ്രദേശങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന റോഡുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ കാട്ടുതീയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ആളുകൾ അവരുടെ വാഹനങ്ങളെടുത്ത് ഒരുമിച്ച് റോഡിലേക്ക് ഇറങ്ങുകയും അതുമൂലം റോഡുകൾ മുഴുവൻ വലിയ രീതിയിൽ ബ്ലോക്ക് ആവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവരുടെ പ്രാണരക്ഷാർത്ഥം അവരുടെ വാഹനങ്ങൾ റോഡിൽ ഉപേക്ഷിച്ച് നടന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. സോ ഇത്തരം ബ്ലോക്കുകൾ കാരണം കൂടുതൽ ഫയർ എഞ്ചിനുകൾക്ക് ഈ പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നതാണ് രണ്ടാമത്തെ പ്രശ്നമായി വരുന്നത്. ഇനി മൂന്നാമത്തെ പ്രശ്നം എന്തെന്നാൽ സാധാരണ ഉൾക്കാടുകളിൽ കാട്ടുതീ ഉണ്ടാകുമ്പോൾ അതണയ്ക്കാൻ നമ്മൾ എയർക്രാഫ്റ്റുകളുടെ സഹായം തേടാറുണ്ട്. എന്നാൽ ഇവിടെ അത്തരത്തിലുള്ള പരിശ്രമങ്ങൾ ഉണ്ടെങ്കിലും അവയെല്ലാം പൂർണ്ണമായും പരാജയപ്പെടുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അതിന്റെ പ്രധാന കാരണം സാന്റാ ആന എന്ന അതിശക്തമായ കാറ്റ് തന്നെയാണ്. സോ മുകളിലേക്ക് പറന്നുയരുന്ന എയർക്രാഫ്റ്റുകൾക്ക് അതിശക്തമായ ഈ കാറ്റ് മൂലം പെട്ടെന്ന് തന്നെ ലാൻഡ് ചെയ്യേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തീ അണയ്ക്കാനുള്ള പരിശ്രമങ്ങൾ പൂർണ്ണമായും മന്ദഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ലോസ് ആഞ്ചലസിലെ കാട്ടുതീയെക്കുറിച്ച് ഒരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുന്നു. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.